Okay, in the second module on electromagnetic induction, the second module inductance. An electric current can be induced in a coil by two methods: self-induction and mutual induction. An electric current can be induced in a coil by two methods: self-induction and mutual induction. What is self-induction? The phenomena of production of an induced EMF in a coil when the current through it changes is known as self-induction. The phenomena of production of an induced EMF in a coil when the current through it changes is known as self-induction. അതായത് ഒരു കോയിലിലൂടെ ഇലക്ട്രിക് കറന്റ് ഫ്ലോ ചെയ്യുമ്പോൾ ആ ഇലക്ട്രിക് കറന്റിന്റെ ചേഞ്ച് അതിൽ തന്നെ മറ്റൊരു EMF ഇൻഡ്യൂസ് ചെയ്യും. അപ്പം ഒരു കോയിലിലൂടെ കറണ്ട് ഒഴുകുന്നു, ആ കറണ്ടിന്റെ ചേഞ്ച് ആ സെയിം കോയിലിൽ തന്നെയാണ് മറ്റൊരു EMF ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇൻഡ്യൂസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഏത് കോയിലിലൂടെയാണ് കറണ്ട് ഒഴുകുന്നത് അല്ലെങ്കിൽ കറണ്ടിന് ചേഞ്ച് ഉണ്ടാകുന്നത്, ആ കോയിൽ തന്നെ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്, ഒരു മറ്റൊരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നതിനാണ് സെൽഫായിട്ട് ഇൻഡ്യൂസ് ചെയ്യുന്നതിനാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സെൽഫ് ഇൻഡക്ഷൻ? ദ ഫിനോമിന ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ആൻ ഇൻഡ്യൂസ്ഡ് EMF ഇൻ എ കോയിൽ when the current through it changes is known as self-induction. അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമുക്ക് കൺസിഡർ എ കോയിൽ connected in series with a cell and a key. ഇവിടെ ഒരു കോയിലാണ്. കൺസിഡർ എ കോയിൽ connected in series with a cell. ഇവിടെ ഒരു സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്, ആൻഡ് എ കീ. അപ്പം ഒരു സെല്ലും കീയും ആ കോയിലിന് സീരീസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു. ഇനിയും എന്താ ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ച് കേൾക്കുക. When the key is closed, the current in the coil increases from 0 to maximum. അപ്പം കീ ഓപ്പൺ ആയിരിക്കുമ്പോൾ ഈ കോയിലിലൂടെ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യുന്നില്ല. കീ ക്ലോസ് ചെയ്യുന്ന ആ മൊമെന്റ് നിങ്ങളൊന്ന് ആലോചിച്ച്, ആ മൊമെന്റ് കീ ക്ലോസ് ചെയ്യുന്ന മൊമെന്റ് എന്തായിരിക്കും സംഭവിക്കുക? ഇനിഷ്യലി 0 ആണ് കറണ്ട് ആ കോയിലിലൂടെ പതുക്കെ ഗ്രോ ചെയ്യാൻ ആരംഭിക്കും. 0യിൽ നിന്നും കറണ്ട് പതുക്കെ ഇൻക്രീസ് ചെയ്ത് മാക്സിമം കറണ്ടിലേക്ക് എത്തും. അപ്പൊ ആ ഇൻസ്റ്റന്റിലേക്കുള്ള മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ സെയിം ഇൻസ്റ്റന്റ്, അതായത് 0യിൽ നിന്നും ഗ്രോ ചെയ്ത കറണ്ട് മാക്സിമത്തിൽ എത്തിച്ചേരുന്ന ആ പെർട്ടിക്കുലർ വളരെ ചെറിയ ടൈം ഇന്റർവൽ, ആ ടൈം ഇന്റർവെല്ലിൽ എന്ത് സംഭവിക്കും? The magnetic flux linked with the coil also changes from 0 to maximum. ഈ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സും കറണ്ടിനോടൊപ്പം സ്ലോലി ഇൻക്രീസ് ചെയ്ത് മാക്സിമത്തിലേക്ക് എത്തും. ഒരു കോയിലിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ എന്ത് സംഭവിക്കും? അതിന് ചുറ്റിനും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, അല്ലേ? ഇവിടെ ഒരു കോയിലാണ്. ഒരു കോയിലിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പൊ ഇവിടെ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? കറണ്ട് ഇനിഷ്യലി 0 ആണ്. 0യിൽ നിന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അത് ഇൻക്രീസ് ചെയ്താണ് അത് മാക്സിമത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ സെയിം ഇൻസ്റ്റന്റില് മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസ്, മാഗ്നറ്റിക് ഫ്ലക്സിന് എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫ്ലക്സും 0യിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ ഇൻക്രീസ് ചെയ്ത് മാക്സിമത്തിലേക്ക് എത്തി. അപ്പോൾ ഇവിടെ ഈ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് എന്ത് സംഭവിച്ചു? ഒരു ചേഞ്ച് ഉണ്ടായി. ഈ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ഒരു ചേഞ്ച് ഉണ്ടായി. ഫാരഡേസ് ലോ എന്താ പറയുന്നത്? ഒരു കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായാൽ അതിലൊരു EMF ഇൻഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ് വിളിച്ചത്. അപ്പൊ ഇവിടെ ഈ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുകയും അപ്പോൾ അതിലൊരു EMF ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യും. Due to this change in the magnetic flux, a current is induced in the coil. According to Lenz's law, the direction of this induced EMF is opposite to the main EMF. Hence the name back EMF.
Due to this change in the magnetic flux, a current is induced in a coil. According to Lenz's law, the direction of this induced EMF is opposite to the main EMF. Hence the name back EMF. അപ്പം ഈ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതിലൊരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട് മെയിൻ കറണ്ട്, നമ്മൾ ആദ്യം ബാറ്ററിയിൽ നിന്നും കൊടുത്ത കറണ്ടിനെയാണ് നമ്മൾ മെയിൻ കറണ്ട് എന്ന് പറയുന്നത്. ആ മെയിൻ കറണ്ടിന്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിരിക്കും. ലെൻസസ് ലോ പ്രകാരം അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫിനെ നമുക്ക് ബാക്ക് ഇ എം എഫ് എന്ന് പറയാം. അപ്പൊ ഇവിടെ രണ്ട് ഇ എം എഫ് ഉണ്ടാവുന്നുണ്ട്. ഒന്ന് മെയിൻ ഇ എം എഫ് എന്ന് പറയാം. ബാറ്ററിയിൽ നിന്നും കിട്ടുന്ന ആ സപ്ലൈ ആണ് നമ്മൾ മെയിൻ ഇ എം എഫ്. ആ മെയിൻ ഇ എം എഫ് ഈ കോയിലിലൂടെ സീറോയിൽ നിന്നും മാക്സിമത്തിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുകയും അതിലൊരു മറ്റൊരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ആ ഇ എം എഫിനെയാണ് നമ്മൾ ബാക്ക് ഇ എം എഫ് എന്ന് പറയുന്നത്. This back EMF opposes the growth of the current in the circuit. This back EMF opposes the growth of main current. It opposes the growth of main current in the circuit. അപ്പോൾ നിങ്ങൾ പിക്ചറിൽ നോക്കിയാൽ മതി. ഈ രണ്ടാമത്തെ പിക്ചറിൽ നോക്കിക്കുകയും ഈ ഒരു സെല്ലിൽ നിന്നും കറണ്ട് ഫ്ലോ ചെയ്യാൻ ആരംഭിക്കുകയാണ്. കറണ്ട് ഫ്ലോ ചെയ്യാൻ ആരംഭിക്കുമ്പോൾ ഇതിന് ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിനും അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സും പതുക്കെ സീറോയിൽ നിന്നും മാക്സിമത്തിലേക്ക് ചേഞ്ച് ആകുകയാണ്. അങ്ങനെ കറണ്ട് സീറോയിൽ നിന്നും മാക്സിമത്തിലേക്ക് എത്തിച്ചേരുന്നു. മാക്സിമത്തിൽ എത്തിച്ചേരുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സും സീറോയിൽ നിന്നും മാക്സിമത്തിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ ഈ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവുകയും അതിലൊരു ബാക്ക് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. സെൽഫ് ഇൻഡക്ഷൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കോൺസെപ്റ്റ് പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. യെസ്. സൗണ്ട് ക്ലിയർ അല്ല. ബാക്ക് ഇ എം എഫ് അതിന്റെ ഫാരഡേസ് ലോ എന്ന് പറഞ്ഞത് എന്താണെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. ഫാരഡേസ് ലോ പറയുന്നത് ഒരു കണ്ടക്ടറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായാൽ അതിലൊരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. അതാണ് ഫാരഡേസ് ലോ പറയുന്നത്. അപ്പം ഫ്ലക്സ് എന്താണെന്ന് അറിയണം. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടക്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ട് എത്ര മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നു അതിനെയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? ഫാരഡേസ് ലോ പറയുന്നത് എന്താണ്? ഒരു കണ്ടക്ടറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായാൽ, മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവണം. ചേഞ്ച് ഉണ്ടായാൽ അതിലൊരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അത് ഫാരഡേസ് ലോ. ഇനി ഇവിടുത്തെ കേസ് നോക്കിക്കേ. ഇവിടെ നമ്മളൊരു കോയിൽ എടുത്തിരിക്കുന്നു. ഞാൻ ആദ്യം മുതൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഒരു കോയിൽ എടുത്തു. ആ കോയിലിന് അക്രോസ് ആയിട്ട് ഒരു സെല്ല് കണക്ട് ചെയ്തു. സെല്ലിന് അക്രോസ് ആയിട്ട് സെല്ലിന് സീരീസ് ആയിട്ട് ഒരു കീയും കണക്ട് ചെയ്തു. അപ്പൊ ഈ കീ ക്ലോസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും നടക്കുക? കീ ക്ലോസ് ചെയ്യുമ്പോൾ എന്ത് നടക്കും? കീ ക്ലോസ് ചെയ്യുമ്പോൾ ഈ സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യാൻ ആരംഭിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എടുക്കുന്ന ആ ടൈം ഇന്റർവൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിഷ്യൽ ടൈമിൽ ഇതിലൂടെ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യുന്നില്ല. കീ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇതിലൂടെ ഒഴുകുന്ന കറണ്ടിന് എന്ത് സംഭവിക്കും? സീറോ കറണ്ട് ആയിരുന്നത് പതുക്കെ ഇൻക്രീസ് ചെയ്ത് മാക്സിമം കറണ്ടിലേക്ക് എത്തും. അപ്പൊ മാക്സിമം കറണ്ട് നമുക്കൊരു എക്സാമ്പിളും കൂടെ ഞാൻ പറയാം. മാക്സിമം കറണ്ട് 10 ആംപിയർ കറണ്ട് ആണെന്ന് വിചാരിക്കാം. അപ്പൊ കീ ക്ലോസ് ചെയ്യുമ്പോൾ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് 1 ആംപിയർ ആവും, 2 ആംപിയർ ആവും, 3 ആംപിയർ ആവും. അങ്ങനെ ഇൻക്രീസ് ചെയ്താണ് അത് 10 ആംപിയറിലേക്ക് പോകുന്നത്. അപ്പൊ അവിടെ ഒരു ഇൻക്രീസ് നടക്കുന്നുണ്ട്, കറണ്ടിന്റെ ഒരു ഇൻക്രീസ് നടക്കുന്നു. ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കും. അത് മറ്റൊരു കാര്യം. ആ കറണ്ട് സീറോയിൽ നിന്നും 10 ആംപിയർ ആകുന്ന വരെ ആ ടൈം പീരീഡ് മാത്രമേ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതിനുശേഷമുള്ളത് നമുക്ക് ഇവിടെ ആവശ്യമില്ല. അപ്പൊ സീറോയിൽ നിന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇൻക്രീസ് ചെയ്ത് 10 ആംപിയർ ആകുന്ന ഒരു ആ ടൈം ഇന്റർവൽ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ കീ ക്ലോസ് ചെയ്തു. സർക്യൂട്ടിലൂടെ ഇലക്ട്രിക് കറണ്ട് പതുക്കെ ഫ്ലോ ചെയ്യാൻ ആരംഭിച്ചു. സീറോയിൽ നിന്നും മാക്സിമത്തിലേക്ക് അത് എത്തുകയാണ്. അപ്പോൾ ആ സമയത്ത് ഈ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് എന്ത് സംഭവിക്കും? കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സും സീറോയിൽ നിന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇൻക്രീസ് ചെയ്ത് കറണ്ടിനോടൊപ്പം അത് മാക്സിമത്തിലേക്ക് എത്തിച്ചേരും. ആ ടൈം പീരീഡിൽ എന്ത് സംഭവിക്കും? ഈ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുകയാണ്. മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായാൽ
അതിലൊരു EMF ഇൻഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ് ഫാരഡേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായപ്പോൾ അതിലൊരു EMF ഇൻഡ്യൂസ് ചെയ്തു. ആ EMFനെ നമുക്ക് ബാക്ക് EMF എന്ന് പറയാം. ബാക്ക് EMF. എന്തുകൊണ്ടാണ് ബാക്ക് EMF എന്ന് പറയുന്നത്? ലെൻസസ് ലോ പ്രകാരം മെയിൻ കറണ്ടിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഈ പുതിയ EMF ഉണ്ടാകുന്നത്. അതിനെയാണ് നമ്മൾ ബാക്ക് EMF എന്ന് പറയുന്നത്. ഈ ബാക്ക് EMF എപ്പോഴും എന്തിനു വേണ്ടി ശ്രമിക്കുമെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ആ ചേഞ്ചിനെ, ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകില്ലേ, ആ ഡിസ്റ്റർബൻസിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയായിരിക്കും എപ്പോഴും ശ്രമിക്കുക. അപ്പം അത് വളരെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ കറണ്ട് ഒഴുകുകയും മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുകയൊക്കെ ചെയ്തത്. അപ്പം അതിനത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതെന്ത് ചെയ്യും? അതിനെ ഒപ്പോസ് ചെയ്യും. അതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? ഒരു കറണ്ട്, മെയിൻ കറണ്ട് ഒഴുകുകയാണ്, അതിന്റെ എഗൻസ്റ്റ് ആയിട്ട് അതിന്റെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി അതിനുള്ളിൽ മറ്റൊരു EMF അത് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന EMFനെയാണ് ബാക്ക് EMF എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ കറണ്ടിന് അല്ലെങ്കിൽ മെയിൻ EMFന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ബാക്ക് EMF ഉണ്ടാകുക. ഇപ്പൊ ക്ലിയർ ആയോ നിയ? ഓക്കെ. അപ്പം മെയിൻ കറണ്ട്, ബാറ്ററി സപ്ലൈ ചെയ്യുന്നതാണ് മെയിൻ EMF. ആ മെയിൻ EMFനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മറ്റൊരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ EMFനെയാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. The self-induced EMF is also called back EMF because it opposes any change in the current in the circuit. Physically, the self-inductance plays the role of inertia. Inertia എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ഇനർഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി മൂവ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. റെസ്റ്റിലിരിക്കുന്ന ബോഡി റെസ്റ്റിൽ തന്നെ ഇരിക്കും. ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇനർഷ്യ എന്ന് പറയുന്നത്. അപ്പം ആ ഇനർഷ്യയ്ക്ക് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു ഫിനോമിനയാണ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അടുത്ത് നമുക്ക് സെൽഫ് ഇൻഡക്റ്റൻസ് എന്താണെന്ന് നോക്കാം. സെൽഫ് ഇൻഡക്റ്റൻസ്, ഈ പേര് മറന്നു പോകരുതും. ഇത് സെൽഫ് ഇൻഡക്ഷൻ ആണ് കേട്ടോ. സെൽഫ് ഇൻഡക്ഷൻ. ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് സെൽഫ് ഇൻഡക്റ്റൻസ്. വ്യത്യാസം മനസ്സിലായല്ലോ? ഫിനോമിനയുടെ പേര് സെൽഫ് ഇൻഡക്ഷൻ. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൽഫ് ഇൻഡക്റ്റൻസ്. The magnetic flux Φb linked with a coil is proportional to the current I in the coil. The magnetic flux is proportional to the current flowing through the coil. The magnetic flux is proportional to the current flowing through the coil. അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സിനെ നമുക്ക് Φb ആയിട്ട് എടുക്കാം. മാഗ്നറ്റിക് ഫ്ലക്സിനെ നമുക്ക് Φ എന്ന് മാത്രം എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇലക്ട്രിക് ഫ്ലക്സും മാഗ്നറ്റിക് ഫ്ലക്സും വേർതിരിച്ചറിയാൻ വേണ്ടിയാണ് ഒരു Φb എന്നും കൂടെ ആഡ് ചെയ്യുന്നത്. ബി ഇല്ലേലും, കാരണം ഇവിടെ ഇലക്ട്രിക് ഫ്ലക്സ് ആയിട്ടുള്ള ടോപ്പിക് ഇവിടെ വളരെ കുറവാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ. അപ്പോൾ അതുകൊണ്ട് Φ എന്ന് എഴുതിയാലും അത് മാഗ്നറ്റിക് ഫ്ലക്സ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ Φb എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ Φb ഈസ് പ്രൊപ്പോർഷണൽ ടു I. ഇനി പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി ഈക്വൽ ടു സൈൻ കൊടുത്തപ്പോൾ നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആ കോൺസ്റ്റന്റ് L ആണ്. അപ്പോൾ Φb ഈസ് ഈക്വൽ ടു L ഇൻറ്റു I. ഓക്കെ, where L is a constant called coefficient of self-induction or self-inductance. Where L is a constant called coefficient of self-induction or self-inductance. അപ്പോൾ ഈ L എന്ന് പറയുന്ന കോൺസ്റ്റന്റിന് പറയുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ, അല്ലെങ്കിൽ സെൽഫ് ഇൻഡക്റ്റൻസ്. അപ്പോൾ പേര് തെറ്റിപ്പോകരുത്. സെൽഫ് ഇൻഡക്റ്റൻസ് അതിന്റെ മറ്റൊരു പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ. ആ ഫിനോമിനയുടെ പേരാണ് സെൽഫ് ഇൻഡക്ഷൻ. അപ്പം സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്ന ഈ എല്ലിനെയാണ് നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി എല്ലിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. When I is equal to 1 ampere, അപ്പോൾ ഈ ഇക്വേഷനിൽ I എന്ന് പറയുന്നത് 1 ആംപിയർ ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് L എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? L എന്ന് പറയുന്നത് Φb-ക്ക് ഈക്വലാണ്. L എന്ന് പറയുന്നത് Φb-ക്ക് ഈക്വലാണ്. Hence, self
Inductance of a coil is equal to the magnetic flux linked with the coil when unit current is passed through it. Hence, self-inductance of a coil is equal to the magnetic flux linked with that coil when unit current is passed through it. അപ്പം self-inductance ഒരു കോയിലിന്റെ self-inductanceനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? It is equal to the magnetic flux linked with that coil when unit current passes through it. ഒരു കോയിലിലൂടെ യൂണിറ്റ് കറന്റ് 1 ആംപിയർ കറന്റ് ഫ്ലോ ചെയ്താൽ അതുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിനെയാണ് നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസ് ഓർ കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ ഓഫ് ദാറ്റ് കോയിൽ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഹെൻസ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ ഈസ് ഈക്വൽ ടു ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദാറ്റ് കോയിൽ വെൻ യൂണിറ്റ് കറന്റ് പാസ്ഡ് ത്രൂ ഇറ്റ്. ഇനി യൂണിറ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ്. The SI unit of self-inductance is Henry H. Henry H. It is a scalar quantity. Self-inductance is a scalar quantity, and its dimension is ml square t raised to minus 2 a raised to minus 2. M l raised to 2 t raised to minus 2 a raised to minus 2. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് ഹെൻറി, ഡയമെൻഷൻ, അതിൻ്റെ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെന്നുള്ള പോയിന്റും ഓർത്തിരിക്കാം. ഇതാണ് സെൽഫ് ഇൻഡക്റ്റൻസ്. ഇനി റിലേഷൻ ബിറ്റ്വീൻ ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ. ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ബാക്ക് EMF ഇയും സെൽഫ് ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ എല്ലും തമ്മിലുള്ള റിലേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. According to Faraday's law of electromagnetic induction, the induced EMF in the coil is E is equal to minus d phi by dt. Minus d phi by dt. Faraday's law il nammal ezhudiyadana. E is equal to minus d phi by dt. Phi യുടെ equation നമ്മൾ ഇവിടെ തൊട്ട് മുമ്പ് പഠിച്ചത് എന്താ? Phi is equal to L into I എന്നാണ് പഠിച്ചത്. Phi is equal to L into I. ഈ വാല്യൂ നമുക്ക് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? E is equal to minus L di by dt. ഇത് ബോക്സ് ചെയ്ത് വെച്ചോളൂ. E is equal to minus L di by dt. ഇതാണ് ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ബാക്ക് EMFും കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ അല്ലെങ്കിൽ സെൽഫ് ഇൻഡക്റ്റൻസും തമ്മിലുള്ള റിലേഷൻ. E is equal to minus L di by dt. അടുത്ത നമുക്ക് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്. സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്. ഒരു സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു ഇൻസുലേറ്റഡ് വയർ സിലിണ്ടറിക്കൽ ഫോമിൽ ഇങ്ങനെ ചുറ്റി വെക്കുന്നതിനെയാണ് നമ്മൾ സോളിനോയിഡ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഒരു സോളിനോയിഡിന്റെ സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. Consider a long solenoid of cross-sectional area A. And a cross-sectional area, solenoid cross-sectional area ആണ് A, and length L, and length L ആണ്. It is having n turns per unit length. N turns per unit length. Let I be the current flowing through the solenoid. ഈ കോയിലൂടെ ഒഴുകുന്ന current I ampere ആണ്. Let I be the current flowing through the solenoid. The magnetic field inside the solenoid is uniform and is given by B is equal to mu 0 Ni. അപ്പം ഈ സോളിനോയിഡിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ B ഈക്വൽ ടു mu 0 Ni ആണ്. ഈ ഇക്വേഷൻ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തതാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും.
ഒരു സോളിനോയിഡിന്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ B ഈക്വൽ ടു μ0 Ni. ആ മാഗ്നറ്റിക് ഫീൽഡ് എവിടെയൊക്കെ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ പറഞ്ഞായിരുന്നു. ഈ സോളിനോയിഡിന്റെ കറണ്ട് ഒഴുകുമ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. എന്നാൽ അതിന്റെ ഔട്ട്സൈഡ് റീജിയനിൽ വളരെ നെഗ്ലിജിബിൾ എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകത്തുള്ളൂ. ഒരു ലോങ് സോളിനോയിഡ് ആകുമ്പോൾ അതിന്റെ ഔട്ടർ സൈഡിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ നെഗ്ലക്ട് ചെയ്യണം, ഈ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് മുഴുവനായിട്ട് ഈ സോളിനോയിഡിന്റെ ഉള്ളിലാണ് ഉള്ളത്. അതിന്റെ ഇക്വേഷൻ ആണ് B ഈക്വൽ ടു μ0 Ni. അപ്പം സോളിനോയിഡിന്റെ ഔട്ട്സൈഡിൽ മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും ഇല്ല, എല്ലാം ഇൻസൈഡിലാണ്. The magnetic field inside the solenoid is uniform and is given by B equal to μ0 Ni. ഇനി the total number of turns in the solenoid. ഈ സോളിനോയിഡിൽ ആകെ എത്ര ടേണുകളുണ്ട്? നമുക്ക് സ്മോൾ എൻ്റെ ഇക്വേഷൻ അറിയാം. സ്മോൾ n എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ടേൺസ്, ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. ഇതിൽ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് n ആണെങ്കിൽ അതിന്റെ ലെങ്ത് L ആണ്. അപ്പോൾ n എന്ന് പറയുന്നത് ക്യാപിറ്റൽ N ഡിവൈഡ് ബൈ L ആണ്. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ N ഇക്വേഷൻ എങ്ങനെ എഴുതാം? സ്മോൾ n ഇൻറ്റു L. അതാണ് എഴുതിയിരിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സോളിനോയിഡ് ക്യാപിറ്റൽ N ഈസ് ഈക്വൽ ടു n ഇൻറ്റു L. ഇനി ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിച്ച് ഈച്ച് ടേൺ, ഒരു ടേൺ, ഈ കോയിലിലെ ഒരു ടേണുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എത്രയുണ്ടെന്നുള്ളതാണ്. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ അറിയാമല്ലോ. ഫൈ ഈസ് ഈക്വൽ ടു B ഡോട്ട് A ആണ്. B ഡോട്ട് A ആണ്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഏരിയയുടെ ഡയറക്ഷനും സെയിം ആണ്. അപ്പോൾ ആംഗിൾ ഇവിടെ BA കോസ് തീറ്റ എന്ന് എഴുതാം. ഇത് വെക്ടർ B ഡോട്ട് A ആണ്. ഇത് BA കോസ് തീറ്റ എന്ന് എഴുതാം. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് എത്ര വരും? തീറ്റ എന്ന് പറയുന്നത് 0 ആണ്. കാരണം ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ കൊണ്ടാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇതിന്റെ ആക്സിസിലൂടെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ആക്ട് ചെയ്യുന്നത്. ഈ കോയിലിന്റെ ഏരിയയുടെ ഡയറക്ഷൻ എങ്ങനെയാണ്? കോയിലിന്റെ ഏരിയയുടെ ഡയറക്ഷൻ അതിന്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ ആണ്. അതും സെയിം ഡയറക്ഷൻ തന്നെയാണ്. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനും ഏരിയയുടെ ഡയറക്ഷനും സെയിം ആണ്. അതുകൊണ്ട് തീറ്റയുടെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് വെക്ടർ B ഡോട്ട് A നമുക്ക് BA ആയിട്ട് എഴുതാം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. The magnetic flux linked with each turn of the solenoid is BA. B യുടെ വാല്യൂ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ. ഈ സോളിനോയിഡിന്റെ ഇൻസൈഡിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ μ0 Ni ആണ്. ഇൻറ്റു A എന്ന് എഴുതാം. μ0 Ni ഇൻറ്റു A. അപ്പോൾ ഇത് ഒരു ടേണുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദി ഹോൾ സോളിനോയിഡ്. ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദി ഹോൾ സോളിനോയിഡ് എങ്ങനെ എഴുതാം? ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ഈച്ച് ടേൺ ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ്. ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ഈച്ച് ടേൺ, അത് എത്രയാണ്? μ0 Nia ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ്. നമ്പർ ഓഫ് ടേൺസ് എത്രയാണ്? ക്യാപിറ്റൽ N, അതായത് സ്മോൾ n ഇൻറ്റു L ആണെന്ന് എഴുതാം. അപ്പോൾ μ0 Nia ഇൻറ്റു n ഇൻറ്റു L എന്ന് എഴുതാം. അതിനെങ്ങനെ എഴുതാം? μ0 n സ്ക്വയർ LAI. അപ്പോൾ the magnetic flux linked with the whole solenoid can be written as μ0 n square LA into I. അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. Here consider a long solenoid of cross-sectional area A and length L having n turns per unit length. Let I be the current flowing through the solenoid. When a current I flows through the solenoid, a magnetic field will develop inside the solenoid, and the equation for the magnetic field is B is equal to μ0 Ni. Here the total number of turns of the solenoid is capital N is equal to n into L. Okay. Next, we have to find out what is the equation for magnetic flux linked with each turn of the solenoid. Magnetic flux linked with each turn of the solenoid, that is B into A. B is μ0 Ni into A.
then the total magnetic flux linked with the whole solenoid is magnetic flux linked with each turn into total number of turns of the solenoid, that is mu 0 n square L A into I. ഇത്ര എഴുതിയെടുത്തോ. But we have phi b is equal to phi b യുടെ മറ്റൊരു ഇക്വേഷൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ മറ്റൊരു ഇക്വേഷൻ ആണ് സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ടേമിലുള്ള ഇക്വേഷൻ ആണ് phi b is equal to L into I, that is ഇക്വേഷൻ നമ്പർ 2. അപ്പം മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഫൈയുടെ ഒരു ഇക്വേഷൻ ആണ് mu 0 n square L A I, മറ്റൊരു ഇക്വേഷൻ ആണ് phi is equal to L into I. ഈ രണ്ട് ഇക്വേഷൻസും കൂടെ നമുക്കത് കമ്പയർ ചെയ്യാം. ഈ ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്, അതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഐ ഉണ്ട്, ഈ ഐ ഉണ്ട്, ക്യാൻസൽ ഔട്ട് ചെയ്തു പോകും. പിന്നുള്ളത് L ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, L ഈസ് ഈക്വൽ ടു mu 0 n square A L എന്ന് എഴുതാം. L ഈസ് ഈക്വൽ ടു mu 0 n square A L. Hence self inductance of a coil depends on the length, total number of turns per unit length or total number of turns, area of cross section of the solenoid. അപ്പം ഒരു സോളിനോയിഡ് അല്ലെങ്കിൽ ഒരു കോയിലിന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് അതിന്റെ ജോമെട്രിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി if the solenoid is filled with a material of relative permeability mu r, സോളിനോയിഡിന്റെ ഉള്ളിൽ ഒരു സോഫ്റ്റ് അയൺ കോറോ അതേപോലുള്ള ഏതെങ്കിലും ഒരു മെറ്റീരിയൽ നമ്മൾ ഫില്ല് ചെയ്യുകയാണ്, അതിന്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി mu r ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ L ഈസ് ഈക്വൽ ടു mu r mu 0 n സ്ക്വയർ A L എന്ന് എഴുതാം. അപ്പം ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സെൽഫ് ഇൻഡക്റ്റൻസ്, the equation for self-inductance of a solenoid. ആ ഇക്വേഷനും എഴുതി നോട്ട് ബോക്സ് ചെയ്ത് വെക്കുക. L is equal to mu 0 n square A L. ഇതിനകത്ത് കുറേ ഇക്വേഷൻസ് പഠിക്കാനുണ്ട്, എല്ലാം കൂടെ കൺഫ്യൂഷൻ ആകരുത്. 1 by 1 ആയിട്ട് എഴുതി ഒരു പേപ്പറിൽ എഴുതി വെക്കുക, എഴുതി വെച്ചിട്ട് അത് പഠിക്കുക, അല്ലെങ്കിൽ എല്ലാം കൂടെ കൺഫ്യൂഷൻ ഉണ്ടാവും. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ് ഓർ എ കോയിൽ. ഇൻസിഡന്റ് എക്സസൈസ് 6.8 നോട്ട് ചെയ്യുക. Current in a circuit falls from 5 ampere to 0 ampere in 0.1 seconds. If an average EMF of 200 volt induced, give an estimate of self-inductance of the circuit. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് current in a circuit falls from 5 ampere to 0 ampere in 0.1 seconds. അപ്പോൾ കറണ്ട് ഡിക്രീസ് ചെയ്യാണ്. കറണ്ട് 5 ആംപിയർ ആണ് മാക്സിമം ആംപിയർ. അപ്പോഴായിരിക്കും നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തത്. അപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തപ്പോൾ കറണ്ട് 5 ആംപിയറിൽ നിന്ന് ഡിക്രീസ് ചെയ്ത് 4 3 2 1 0 ആംപിയറിലേക്ക് ഡിക്രീസ് ചെയ്തു. എത്ര ടൈം കൊണ്ടാണ് അത് ഡിക്രീസ് ആയത്? 0.1 സെക്കൻഡ്സ്. 0.1 സെക്കൻഡ്സ് കൊണ്ടാണ് അത് ഡിക്രീസ് ആയി 0 ആയി മാറിയത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ആൻ ആവറേജ് EMF ഓഫ് 200 വോൾട്ട് ഇൻഡ്യൂസ്ഡ്. അപ്പം കറണ്ട് ഡിക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ അത് ഈ കോയിലുമായിട്ട് ലിങ്ക് അല്ലെങ്കിൽ ഈ സർക്യൂട്ടുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇൻഡ്യൂസ് ചെയ്ത EMF എന്ന് പറയുന്നത് 200 വോൾട്ട് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത്
സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട്. സർക്യൂട്ടിലെ സെൽഫ് ഇൻഡക്റ്റൻസ് എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റ എഴുതുക. എന്തൊക്കെ ഡാറ്റ ഉണ്ട്? ഇനിഷ്യൽ കറണ്ട് നമുക്ക് I1 എന്ന് എടുക്കാം. ഇനിഷ്യൽ കറണ്ട് I1 എന്ന് എടുക്കാം, അത് 5 ആംപിയർ ആണ്. ഫൈനൽ കറണ്ട് I2 എന്ന് എടുക്കാം, അത് 0 ആംപിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ കറണ്ട് DI ആയിട്ട് എടുക്കാം. DI എന്ന് പറയുന്നത് ഇനിഷ്യൽ കറണ്ടും ഫൈനൽ കറണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. അത് എത്ര ആംപിയർ ആണ്? 5 ആംപിയർ. ഇനി ടൈം ടേക്കൺ ഫോർ ദ ചേഞ്ച് നമുക്ക് എങ്ങനെ എഴുതാം? 0.1 seconds. ആവറേജ് EMF ഇൻഡ്യൂസ്ഡ് E is equal to 200 watts. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് L ആണ്. നമ്മളിപ്പോൾ പഠിച്ചതിൽ ഏത് ഇക്വേഷൻ എഴുതാം? ഏത് ഇക്വേഷൻ എഴുതാം? L കണ്ടുപിടിക്കാൻ ഇൻഡ്യൂസ്ഡ് EMF തന്നിട്ടുണ്ട്, L കണ്ടുപിടിക്കണം. ചേഞ്ച് ഇൻ കറണ്ട് തന്നിട്ടുണ്ട്, E is equal to L DI by dt എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മളിപ്പോൾ പഠിച്ചില്ലേ? E is equal to L DI by dt എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് L കണ്ടുപിടിക്കാം. ഞാൻ നെഗറ്റീവ് സൈൻ എടുത്തില്ല, മാഗ്നിറ്റ്യൂഡ് ആണ് നമുക്ക് ആവശ്യം, അതിന്റെ ഡയറക്ഷന്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് മൈനസ് സൈൻ എടുക്കാഞ്ഞത് കേട്ടോ. ഈസിക്കൽ L DI by dt. എത്ര കിട്ടും ആൻസർ? Lന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. Yes, the answer is 4 Henry. Okay. Now, energy stored in an inductor. Or expression for magnetic potential energy. Okay. ഒരു ഇൻഡക്ടറിൽ എന്തുമാത്രം എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. കൺസിഡർ ആൻ ഇൻഡക്ടർ ഓഫ് ഇൻഡക്റ്റൻസ് L കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് എ സെൽ ആൻഡ് എ കീ. Consider an inductor of inductance L connected in series with a cell and a key. When current I flows through the inductor and EMF E is induced in it. This induced EMF is given by E is equal to minus L DI by dt. When current I flows through the inductor and EMF E is induced in it, this induced EMF is given by E is equal to minus L DI by dt. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ കാര്യം തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇവിടെ ഒരു ഇൻഡക്ടർ ഉണ്ട്, ആ ഇൻഡക്ടറിന്റെ ഇൻഡക്റ്റൻസ് L ആണ്. അതിനെ ക്രോസ് ആയിട്ട് ഒരു സെല്ലും ഒരു കീയും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. കീ ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിലൂടെ ഒരു കറണ്ട് 0യിൽ നിന്നും മാക്സിമത്തിലേക്ക് ഫ്ലോ ചെയ്യാൻ ആരംഭിക്കുന്നു.
അപ്പോൾ അതിലൊരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്ന ബാക്ക് ഇ എം എഫിന്റെ ഇക്വേഷൻ ആണ് E is equal to minus L di by dt. This negative sign shows that induced EMF or back EMF opposes the passage of current, main current I in the inductor. അപ്പോൾ നെഗറ്റീവ് സൈൻ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? നെഗറ്റീവ് സൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ബാക്ക് ഇ എം എഫ് മെയിൻ കറണ്ടിനെ ഒപ്പോസ് ചെയ്യാനായിരിക്കും ശ്രമിക്കുക. അതാണ് നെഗറ്റീവ് സൈൻ റെപ്രസെന്റ് ചെയ്തത്. നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ തന്നെ. ഇനി hence work should be done against this EMF to establish the current in the coil. ആ സെന്റൻസ് ഒന്ന് ശ്രദ്ധിച്ചേ. hence work should be done against this EMF to establish the current in the coil. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? നമ്മളൊരു കോയിൽ എടുത്തു, കോയിലിന് അക്രോസ് ആയിട്ട് ഒരു സെല്ല് കണക്ട് ചെയ്തു, ഒരു കീയും കണക്ട് ചെയ്തു. കീ ക്ലോസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? കീ ക്ലോസ് ചെയ്യുമ്പോൾ ഈ സർക്യൂട്ടിലുള്ള കറണ്ട് സീറോയിൽ നിന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇൻക്രീസ് ചെയ്ത് മാക്സിമം വാല്യൂയിലേക്ക് എത്തിച്ചേരും. ആ ടൈമിൽ ഈ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുകയും അതിലൊരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫിനെയാണ് നമ്മൾ ബാക്ക് ഇ എം എഫ് എന്ന് പറയുന്നത്. ഈ ബാക്ക് ഇ എം എഫ് എന്തിനു വേണ്ടി ശ്രമിക്കും? ഇതിലൂടെ ഒഴുകുന്ന കറണ്ട്, സീറോയിൽ നിന്നും മാക്സിമത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന കറണ്ടിനെ ഒപ്പോസ് ചെയ്യാൻ ശ്രമിക്കും, അതിന്റെ ഫ്ലോയെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കും. അപ്പം ഈ സർക്യൂട്ടിലെ കറണ്ടിനെ ഇൻക്രീസ് ചെയ്ത് ഒഴുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സീറോയിൽ നിന്ന് മാക്സിമത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളൊരു വർക്ക് ചെയ്യണം. ആ വർക്ക് ചെയ്താൽ, ബാക്ക് ഇ എം എഫിന് അഗൻസ്റ്റ് ആയിട്ട് ഒരു വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ കറണ്ടിനെ സീറോയിൽ നിന്നും അതിന്റെ പീക്ക് വാല്യൂയിലേക്ക് എത്തിച്ചേരാൻ ഒക്കത്തുള്ളൂ. അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത്, hence work should be done against this back EMF to establish the current in the coil. This work is done by the EMF of the cell. ഈ വർക്ക് ആരാ ചെയ്യുന്നത്? നമ്മൾ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ഈ സെല്ല്, ഈ സെല്ലാണ് ഈ വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സെല്ലിന്റെ ഇ എം എഫിന്റെ ഇക്വേഷൻ എഴുതാം. സെല്ലിന്റെ ഇ എം എഫിന്റെ ഇക്വേഷൻ എന്താണ്? E is equal to L di by dt. അപ്പം ബാക്ക് ഇ എം എഫിന്റെ ഇക്വേഷൻ L di by dt തന്നെയാണ്. അത്രയും തന്നെ ഇ എം എഫ് ആണ് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈ സെല്ല് കൊടുക്കുന്നത്. അപ്പം അതിൽ നെഗറ്റീവ് സൈൻ മാത്രമേ ഞാൻ റിമൂവ് ചെയ്തിട്ടുള്ളൂ, കാരണം ബാക്ക് ഇ എം എഫിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് കൊടുക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ഇക്വേഷൻ E is equal to L di by dt എന്ന് എഴുതാം. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാണ്, let an infinitesimally small charge dq be driven through the inductor. അപ്പോൾ വളരെ ചെറിയൊരു ചാർജിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. dq എന്ന് പറയുന്ന വളരെ ചെറിയൊരു ചാർജിനെ കൺസിഡർ ചെയ്യുകയാണ്. ആ ചാർജിനെ നമുക്ക് ഈ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യിക്കണം. അപ്പം ആ ചാർജിനെ ഈ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യിക്കണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടതുണ്ട്. അതായത് ഈ എക്സ്റ്റേണൽ സപ്ലൈ വർക്ക് ചെയ്യണം. എന്തുമാത്രം വർക്ക് ചെയ്യണം? ആ വർക്കിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? dw, dq എന്ന് പറയുന്ന സ്മോൾ ചാർജ് ആണ്, അതിനെ ഫ്ലോ ചെയ്യിക്കാൻ ആവശ്യമായ സ്മോൾ വർക്കിന്റെ ഇക്വേഷൻ dw is equal to E into dq എന്ന് എഴുതാം. ഈ ഇക്വേഷൻ എവിടെ നിന്നാണ് കിട്ടിയത്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ വർക്ക് ഡണിന്റെ ഇക്വേഷൻ Q into V. ഓർക്കുന്നുണ്ടല്ലോ, Q into V. പൊട്ടൻഷ്യൽ എനർജി ഓർ വർക്ക് ഡൺ ഇക്വേഷൻ ആണ് Q into V. അപ്പൊ ഇവിടെ എന്തുമാത്രം ചാർജാണ്? dq ചാർജിനെയാണ് മൂവ് ചെയ്യേണ്ടത്. ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ സെല്ലിന്റെ ഇ എം എഫ് ആണ്, അത് E ആണ്. അപ്പോൾ നമുക്ക് ഈ സെല്ല് ചെയ്യേണ്ട വർക്ക്, dq എന്ന് പറയുന്ന ചാർജിനെ ബാക്ക് ഇ എം എഫിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഈ സർക്യൂട്ടിലൂടെ മൂവ് ചെയ്യിക്കാൻ ചെയ്യേണ്ട വർക്കാണ് dw is equal to E into dq. ഇനി വളരെ എളുപ്പമാണ്. ഇയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇയുടെ വാല്യൂ ഇവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്, L into di by dt. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു into dq. ആ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. L di into dq by dt. dq by dt. dq by dt എന്താ? കറണ്ട് ആണ്. കറണ്ട് q by t അല്ലെങ്കിൽ dq by dt എന്ന് പറയുന്നത് കറണ്ട് ആണ്. അപ്പോൾ dq by dt ക്ക് പകരം നമുക്ക് I എന്ന് കൊടുക്കാം. അപ്പോൾ dw is equal to Li di എന്ന് എഴുതാം. Li di.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. Consider an inductor of inductance L connected in series with a cell and a key. When current I flows through the inductor and EMF E is induced in it. This induced EMF is given by E is equal to minus L di by dt. The negative sign shows that this back EMF opposes the passage or flow of current I through the inductor. Hence, work should be done against this EMF to establish the current in the coil. This work is done by the EMF of the cell. This work is done by the EMF of the cell. ഇനിയും ആ വർക്ക് ഡൺ എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ സെല്ലിന്റെ EMF ഇക്വേഷൻ അപ്പോൾ നമുക്ക് E is equal to L di by dt എന്ന് എഴുതാം. ഓക്കെ, ഇനി വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഒരു വളരെ ചെറിയൊരു ചാർജിനെ എടുക്കുകയാണ്. dq എന്ന് പറയുന്ന വളരെ ചെറിയൊരു ചാർജ്. ആ ചാർജിനെ ഈ ഇൻഡക്ടറിലൂടെ ഫ്ലോ ചെയ്യിക്കാൻ ആവശ്യമായ വർക്ക് എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. വർക്ക് ഡൺ ബൈ ദ എക്സ്റ്റേണൽ സപ്ലൈ is given by dw is equal to E into dq. dw is equal to E into dq. അപ്പം E into dq എങ്ങനെയാണ് കിട്ടിയത്? വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ Q into V ആണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത്. Q into V, അതിൽ നിന്നാണ് E into dq എന്ന് എഴുതിയിരിക്കുന്നത്. ഇയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ L di by dt into dq എന്ന് എഴുതാം. ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യാം. L di into dq by dt എന്ന് എഴുതാം. dq by dt എന്ന് പറയുന്നത് കറണ്ട് ആണ്, I ആണ്. അതുകൊണ്ട് നമുക്ക് വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ കിട്ടി. dw is equal to L I di. അപ്പം ഇത് എന്തിന്റെ വർക്കാണ്? എന്ത് വർക്കാണിത്? സ്മോൾ, വളരെ ചെറിയൊരു ചാർജായ dq എന്ന് പറയുന്ന ചാർജിനെ ഈ സർക്യൂട്ടിലൂടെ ബാക്ക് EMFനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഫ്ലോ ചെയ്യിക്കാൻ ആവശ്യമായ വർക്കിന്റെ ഇക്വേഷൻ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇത് ഒരു സ്മോൾ ചാർജ് dq എന്ന് പറയുന്ന ചാർജ്. അങ്ങനെയാണെങ്കിൽ ഈ സർക്യൂട്ടിന്റെ ടോട്ടൽ കറന്റ് I എന്ന് പറയുന്ന ടോട്ടൽ കറന്റ് ഫ്ലോ ചെയ്യിക്കാൻ വേണ്ടി നമുക്ക് എന്തുമാത്രം വർക്ക് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനെ ഈ സ്മോൾ വർക്കിനെ മാത്തമാറ്റിക്കൽ ടൂളായ ഇന്റഗ്രേഷൻ ഉപയോഗിച്ച് നമ്മൾ വലിയ വർക്ക് ആക്കാൻ പോവുകയാണ്. ഹെൻസ് ടോട്ടൽ വർക്ക് ഡൺ in increasing the current from 0 to maximum value I0. അപ്പോൾ ഇനിഷ്യൽ കറണ്ട് ഈ സർക്യൂട്ടിന്റെ 0 ആയിരുന്നു. അതിന്റെ മാക്സിമം വാല്യൂ ഓഫ് ദ കറണ്ട് ഞാൻ I0 ആയിട്ട് എടുക്കുകയാണ്. I0. ഓക്കെ, അപ്പം the total work done in increasing the current from 0 to maximum value I0 through the inductor is given by W is equal to integral dW. Integral dW. എവിടെ തൊട്ട് എവിടെ വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം? 0 to I0 വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഏത് ഇക്വേഷനെ? നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയ ഈ ഇക്വേഷനെ, L I di എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്റഗ്രൽ 0 to I0 L I di. ഇനി L എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, അത് നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ പിന്നുള്ളത് 0 to I0 I di. ഇന്റഗ്രൽ x dx എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രൽ x dx എന്ന് പറയുന്നത് x²/2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ I di ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? I²/2 എന്ന് കിട്ടും. I²/2. അവിടെ ലിമിറ്റും കൂടെ എഴുതണം. ലിമിറ്റ് I0 അല്ലേ? 0 to I0. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന കണ്ടീഷൻ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോൾ നമുക്ക് L അങ്ങനെ തന്നെ എഴുതാം, സ്ക്വയർ ബ്രാക്കറ്റ് ഇടാം. അപ്പർ ലിമിറ്റ് I0 ആണ്, അത് ഈ വേരിയബിളിന്റെ സ്ഥാനത്തോട് കൊടുക്കുക. അപ്പോൾ I0²/2 എന്ന് കിട്ടും. മൈനസ് ലോവർ ലിമിറ്റ് 0 ആണ്, അത് കൊടുത്തു കഴിയുമ്പോൾ ഇത് 0 ആവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹാഫ് L I0² എന്ന് കിട്ടും. ഹാഫ് L I0². ഇതാണ് I0 ആംപിയർ കറണ്ടിനെ ഈ സർക്യൂട്ടിലെ ഫ്ലോ ചെയ്യിക്കാൻ ആവശ്യമായ വർക്ക്. അതായത് കറണ്ടിനെ 0യിൽ നിന്നും I0യിലോട്ട് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെൽ ഇത്രയും
വർക്ക് ചെയ്യണം. ദിസ് വർക്ക് ഈസ് സ്റ്റോർഡ് ആസ് മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി. ഈ വർക്കാണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ എന്ത് പൊട്ടൻഷ്യൽ എനർജിയാണ്? മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി. ദിസ് വർക്ക് ഈസ് സ്റ്റോർഡ് ആസ് മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ആണ് എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ. ആയ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി, ഒരു ഇൻഡക്ടറിന്റെ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ യു എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് സാധാരണയിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയതുകൊണ്ട് നമുക്ക് യു എം എന്ന് എഴുതാം. അപ്പോൾ യു എം ഈസ് ഈക്വൽ ടു ഹാഫ് എൽ ഐ സീറോ സ്ക്വയർ. ഹാഫ് എൽ ഐ സീറോ സ്ക്വയർ. ഈ എനർജി എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ, ദിസ് എനർജി ഈസ് സ്റ്റോർഡ് ഇൻ ദി മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദ കോയിൽ. ആ കോയിലിന്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡിലാണ് ഈ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യുന്നത്. The energy stored in an inductor or a coil is known as magnetic energy. One word ആയിട്ട് ഇനി ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റിക്കാതിരിക്കാൻ വേണ്ടി എഴുതുന്നേ ഉള്ളൂ. The energy stored in an inductor or a coil is known as magnetic energy, and this energy is stored in magnetic field of the coil. Clear ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ. This expression is similar to mv square by 2 of kinetic energy. Kinetic energy equation half mv square നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഹാഫ് എൽ ഐ സീറോ സ്ക്വയർ എന്ന് കിട്ടി. അപ്പം ഈ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനുമായിട്ട് ഒരു സിമിലാരിറ്റി ഉണ്ട്. This expression is similar to half mv square of kinetic energy of a particle of mass m and shows that L is analog to F. Self-inductance L, it is analog to mass. That is, L is electrical inertia and it opposes growth and decay of electric current in the circuit. അപ്പോൾ എല്ലിനെ നമുക്കൊരു ഇലക്ട്രിക്കൽ ഇനേർഷ്യയായിട്ട് കമ്പയർ ചെയ്യാം. ഇലക്ട്രിക്കൽ ഇനേർഷ്യ ആണെന്ന് പറയാം. ബിക്കോസ് ഇറ്റ് വിൽ ഓപ്പോസ് ദ ഗ്രോത്ത് ആൻഡ് ഡീകേ ഓഫ് ദ കറണ്ട് ഇൻ ദി സർക്യൂട്ട്. കറണ്ട്, ഒരു സർക്യൂട്ടിലെ കറണ്ട് ഗ്രോ ചെയ്യുകയാണെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യും, അല്ലെങ്കിൽ അത് ഡീകേ ചെയ്യുകയാണെങ്കിൽ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെയും ഒപ്പോസ് ചെയ്യും. അതുകൊണ്ട് എൽ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ ഇനേർഷ്യയ്ക്ക് ഈക്വലന്റ് ആണെന്ന് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെക്കാം, നോട്ട് ചെയ്യുക. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൻ ഇൻഡക്ടർ അടുത്തത് എനർജി സ്റ്റോർഡ് ഇൻ എ ലോങ് സോളിനോയിഡ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് എനർജി സ്റ്റോർഡ് ഇൻ എ സോളിനോയിഡ് ഓർ എ കോയിൽ തന്നെയാണ്. അത് ന്യൂമറിക്കൽ ചെയ്യാൻ വേണ്ടി ആ ഇക്വേഷൻ ഒരു ചെറിയൊരു ചേഞ്ച് കൂടെ വരുത്തുകയാണ്, മറ്റൊരു ഇക്വേഷനിലേക്ക് എത്തുകയാണ്. അതിനുവേണ്ടിയാണ് പറഞ്ഞതേ ഉള്ളൂ. The magnetic energy stored in a solenoid. The magnetic energy stored in a solenoid is given by നമ്മളിപ്പോൾ എഴുതിയ ഇക്വേഷൻ um is equal to half L I zero square. But for a solenoid, magnetic field inside the solenoid is given by B equal to mu 0 n I 0. B equal to mu 0 n I 0. ഒരു സോളിനോയിഡിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് I0 എന്ന് പറയുന്ന കറണ്ട് സോളിനോയിഡിന്റെ ഫ്ലോ ചെയ്യുമ്പോൾ അതിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ നമ്മൾ നേരത്തെയും പറഞ്ഞ ഇക്വേഷൻ തന്നെയാണ്, mu 0 n I 0. അതിൽ നമുക്ക് I0യുടെ വാല്യൂ എഴുതാം. I0 is equal to B divided by mu 0 n എന്ന് എഴുതാം. സ്മോൾ n എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. ഇനി എല്ലിന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷൻ ആണിത്, mu 0 n square AL. അപ്പം ഇവിടെ I0യുടെ ഇക്വേഷനും നമ്മൾ എഴുതി, എല്ലിന്റെ ഇക്വേഷനും എഴുതി. ഈ ഇക്വേഷനിൽ അതിന്റെ രണ്ടിന്റെയും വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് I0യുടെ വാല്യൂവും എല്ലിന്റെ വാല്യൂവും നമുക്ക് നേരത്തെ പറഞ്ഞ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഹാഫ് mu 0 n square AL into
I0 സ്ക്വയർ, I0യുടെ വാല്യൂ ബി മ്യൂ 0 എൻ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. എന്തൊക്കെ ക്യാൻസൽ ഔട്ട് ചെയ്ത് കളയാം? ക്യാൻസൽ ഔട്ട് ചെയ്ത് കളയാനുള്ളത് ഇവിടെ ഒരു മ്യൂ 0 സ്ക്വയറിൻ്റെ ഒരു മ്യൂ 0 പോവും, ഒരു മ്യൂ 0യും ഈ സ്ക്വയറിൻ്റെ മ്യൂ 0യും കൂടെ പോവും. പിന്നെ എൻ സ്ക്വയർ പോവും. പിന്നുള്ളത് ബാക്കിയൊന്നും ഇല്ലല്ലോ ക്യാൻസൽ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ പിന്നെ എന്ത് വരും? ഹാഫ് ബി സ്ക്വയർ എ എൽ ഡിവൈഡഡ് ബൈ മ്യൂ 0 എന്ന് കിട്ടും. അപ്പോൾ ഇത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സോളിനോയിഡിൻ്റെ മറ്റൊരു ഇക്വേഷൻ ആണ്. നിങ്ങൾക്ക് മാഗ്നറ്റിക് ഫീൽഡ് ആണ് നൽകുന്നതെങ്കിൽ, മാഗ്നറ്റിക് ഫീൽഡും ഏരിയ ഒക്കെയാണ് നൽകുന്നതെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് അത് സോൾവ് ചെയ്യേണ്ടി വരും. ഇനിയും അല്ല ഇൻഡക്റ്റൻസും കറണ്ടും ആണ് നൽകുന്നതെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യാം. അപ്പോൾ ഈ ഇക്വേഷൻ പറയുന്നതിന് വേണ്ടിയാണ് ഈ സ്റ്റെപ്പ് പറഞ്ഞത്. അപ്പം ഇവിടെ നമുക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടി. എനർജി സ്റ്റോർഡ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ഹാഫ് ബി സ്ക്വയർ എ എൽ ഡിവൈഡ് ബൈ മ്യൂ 0. ഇത് ന്യൂമറിക്കലിന് വേണ്ടി എഴുതി വെക്കുക. ഇനി മാഗ്നറ്റിക് എനർജി ഡെൻസിറ്റി. എന്താണ് മാഗ്നറ്റിക് എനർജി ഡെൻസിറ്റി? It is defined as magnetic energy per unit volume. It is defined as magnetic energy per unit volume. It is denoted by UM bar. Magnetic energy density is defined as magnetic energy per unit volume. So magnetic energy equation നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. That is UM divided by volume V. അപ്പം വോളിയം എങ്ങനെയാണ് ഒരു സോളിനോയിഡിന്റെ വോളിയം? ഒരു സോളിനോയിഡിന്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? വോളിയം എന്ന് പറയുന്നത് അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ലെങ്ത് ആണ്. അപ്പോൾ എ ഇൻറ്റു എൽ എന്ന് എഴുതാം. UM ബാറിന്റെ ഇക്വേഷൻ നമുക്ക് അപ്പോൾ എന്ത് കിട്ടും? ബി സ്ക്വയർ ബൈ 2 മ്യൂ 0 എന്ന് കിട്ടും. ഇവിടെ എഴുതിയ ഇക്വേഷൻ ഡിവൈഡ് ബൈ എ എൽ. അപ്പോൾ എ എല്ലും എല്ലും ക്യാൻസൽ ചെയ്തു പോകും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടും UM bar is equal to b square divided by 2 mu 0. UM bar is equal to b square divided by 2 mu 0. ഇതാണ് മാഗ്നറ്റിക് എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ. അടുത്ത കമ്പാരിസൺ ഓഫ് magnetic energy per unit volume. Magnetic energy per unit volume and electrostatic energy per unit volume stored in a parallel plate capacitor. അപ്പോൾ നമ്മൾ ഇപ്പോൾ എഴുതിയ മാഗ്നറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയത്തിന്റെ ഇക്വേഷനും കപ്പാസിറ്ററിൽ നമ്മൾ പഠിച്ച ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയത്തിന്റെ അല്ലെങ്കിൽ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ എനർജി ഡെൻസിറ്റിയും തമ്മിലൊരു കമ്പാരിസൺ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയത്തിന്റെ ഇക്വേഷൻ നമ്മൾ ഇപ്പോൾ എഴുതിയേക്കുന്നത് ഹാഫ് ബി സ്ക്വയർ ബൈ മ്യൂ 0 എന്നാണ്. കപ്പാസിറ്ററിന്റെ കേസിൽ എനർജി ഡെൻസിറ്റി നമുക്ക് കിട്ടിയത് അത് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജിയാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത് ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ എന്നാണ്. ഇത് കമ്പയർ ചെയ്തേ, ഒരു ഹാഫ് ഉണ്ട്, എപ്സിലോൺ 0 ഉണ്ട് ഇവിടെ, അതിന് പകരം 1 ബൈ മ്യൂ 0 ആണ് ഉള്ളത്. ഇത് ഇ സ്ക്വയർ ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് എനർജിയുടെ കേസിൽ ഇ സ്ക്വയർ ആണ്, എന്നാൽ മാഗ്നറ്റിക് എനർജിയുടെ കേസിൽ അത് ബി സ്ക്വയർ ആണ്. The above equation shows that in both the cases energy is directly proportional to square of the field strength. Energy is directly proportional to square of the field strength. Magnetic energy per unit volume and electrostatic energy per unit volume are valid in all regions of space in which magnetic field and electric field exist. അപ്പം രണ്ട് കേസിലും എനർജി എന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? സ്ക്വയർ ഓഫ് ദി ഫീൽഡ് സ്ട്രെങ്ത്. മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ക്വയറിന്, ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്തിന് സ്ക്വയർ ആയിട്ടായിരിക്കും വരിക. അപ്പോൾ ഇതാണ് അതിന്റെ ഒരു കമ്പാരിസണൽ സ്റ്റഡി. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അടുത്തത് നമുക്ക് മ്യൂച്വൽ ഇൻഡക്ഷൻ. The phenomenon of production of an opposing EMF in a circuit due to the change in current with the neighboring circuit is called mutual induction.
സെൽഫ് ഇൻഡക്ഷൻ പഠിച്ചു. ഇനി മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഫിനോമിന ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ആൻ ഓപ്പോസിംഗ് EMF ഇൻ എ സർക്യൂട്ട് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ കറന്റ് വിത്ത് ദി നെയ്ബറിംഗ് സർക്യൂട്ട്. അപ്പോൾ അടുത്തുള്ള ഒരു സർക്യൂട്ടിലെ കറണ്ടിന്റെ ചേഞ്ച് അതിന്റെ നിയർ ബൈ ഇരിക്കുന്ന അല്ലെങ്കിൽ നെയ്ബറിംഗ് ഇരിക്കുന്ന മറ്റൊരു കോയിലിൽ ഒരു EMF ജനറേറ്റ് ചെയ്യുന്നതിനെയാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ക്ലിയർ ആവും. കൺസിഡർ 2 കോയിൽസ് P ആൻഡ് S. ഇതാണ് P എന്ന് പറയുന്ന കോയിൽ, ഇതാണ് S എന്ന് പറയുന്ന കോയിൽ. അപ്പൊ P യെ നമ്മൾ പ്രൈമറി കോയിൽ എന്ന് പറയാം. പ്രൈമറി കോയിൽ അതിന്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ടാണ് P എടുക്കുന്നത്. S നെ നമുക്ക് സെക്കൻഡറി കോയിൽ എന്ന് പറയാം. അതുകൊണ്ടാണ് S എന്ന് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ P യും S ഉമായിട്ടുള്ള 2 കോയിലിനെ നമ്മൾ എടുത്തിരിക്കുകയാണ്. വിച്ച് ഈസ് അറേഞ്ച് ക്ലോസ് ടു ഈച്ച് അതർ. P ഈസ് കണക്റ്റഡ് ടു എ ബാറ്ററി. പ്രൈമറി കോയിലായ P നമ്മളൊരു സെല്ലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു കീയിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ സെക്കൻഡറി കോയിൽ എന്തിനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്? ഒരു ഗാൽവനോമീറ്ററിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കുക. When the key is pressed, the change of current in P changes the magnetic flux linked with the coil S. അപ്പം ഇവിടെ കീ ക്ലോസ് ചെയ്തു. കീ ക്ലോസ് ചെയ്യുമ്പോൾ ഈ കോയിലൂടെയുള്ള കറണ്ടിന് എന്ത് സംഭവിക്കും? ഈ കോയിലൂടെയുള്ള കറണ്ട് സീറോയിൽ നിന്നും മാക്സിമത്തിലേക്ക് ചേഞ്ച് ആകും. കറണ്ട് സീറോയിൽ നിന്നും മാക്സിമത്തിലേക്ക് ചേഞ്ച് ആകുമ്പോൾ ഇതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡും സീറോയിൽ നിന്നും മാക്സിമത്തിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഈ സെക്കൻഡറി കോയിൽ ഈ മാഗ്നറ്റിക് ഫീൽഡാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഈ സെക്കൻഡറി കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സും സീറോയിൽ നിന്നും മാക്സിമത്തിലേക്ക് ചേഞ്ച് ചെയ്യും. ഒരു കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായാൽ എന്തുണ്ടാകും എന്നാണ് ഫാരഡേ പറഞ്ഞത്? ആൻ EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ഇറ്റ്. അപ്പോൾ ഈ സെക്കൻഡറി കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായപ്പോൾ അതിലൊരു EMF ഇൻഡ്യൂസ് ചെയ്തു. Hence, an EMF is induced in S and the galvanometer shows a deflection. ഇവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും, ഗാൽവനോമീറ്റർ ഒന്ന് ഡിഫ്ലക്ട് ചെയ്യുകയും ചെയ്യും. Similarly, when the key is open, the galvanometer shows a deflection in opposite direction. ഈ കീ ഓപ്പൺ ആകുമ്പോൾ എന്ത് സംഭവിക്കും? കീ ഓപ്പൺ ആക്കുമ്പോൾ ഈ പ്രൈമറി കോയിലൂടെയുള്ള കറണ്ട് മാക്സിമത്തിൽ നിന്നും ഡിക്രീസ് ചെയ്ത് സീറോയിലെത്തും. അപ്പോൾ അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡും മാക്സിമത്തിൽ നിന്നും സീറോയിലേക്ക് മാറും. അപ്പോൾ ആ ഫീൽഡിൽ നമ്മൾ വെച്ചിരിക്കുന്ന സെക്കൻഡറി കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സും മാക്സിമത്തിൽ നിന്നും ഡിക്രീസ് ചെയ്ത് സീറോയിലേക്ക് മാറും. അതായത് സെക്കൻഡറി കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായി, അപ്പോൾ അതിലൊരു EMF ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി കോയിലിലൂടെ കറണ്ട് ഒഴുകുന്നത് മൂലം സെക്കൻഡറി കോയിലാണ് ഇവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി what is mutual inductance? The magnetic flux phi s linked with the secondary coil is directly proportional to IP, that is current passing through the primary. The magnetic flux linked with secondary coil is proportional to the current passing through primary. But പ്രൈമറിയും സെക്കൻഡറിയും നിങ്ങൾ തെറ്റിപ്പോകരുത്. അതുകൊണ്ടാണ് പിയും എസും എന്നുള്ള നൊട്ടേഷൻ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം പ്രൈമറിയിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ സെക്കൻഡറിയിലാണ് EMF ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെക്കൻഡറി കോയിലുമായിട്ടാണ് മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുന്നത്. അപ്പോൾ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ സെക്കൻഡറി കോയിൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ദി പ്രൈമറി. അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? phi s is proportional to IP, or phi s is equal to M into IP. അപ്പോൾ M എന്ന് പറയുന്ന പുതിയ ടേം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. That is, M is a constant called coefficient of mutual induction or mutual inductance. അപ്പം എന്താണ് M? M is a constant called coefficient of mutual induction or mutual inductance of the coil. Coefficient of mutual induction or mutual inductance of the coil. ഇനി അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാം. നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത അതേ രീതിയിൽ തന്നെ
the current through the primary IP എന്ന് പറയുന്നത് 1 ആംപിയർ ആണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷനിൽ നമുക്ക് എങ്ങനെ എഴുതാം? M is equal to 5s എന്ന് എഴുതാം. Hence coefficient of mutual induction is defined as magnetic flux linked with one of the circuits when unit current passes through the other circuit. അപ്പോൾ അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്? Hence coefficient of mutual induction is defined as magnetic flux linked with one of the circuit. Magnetic flux linked with one of the circuit when unit current, that is 1 ampere current, flows through the other circuit. Unit of mutual inductance, self inductance ന്റെ അതേ യൂണിറ്റും ഡയമെൻഷൻസും ഒക്കെ തന്നെയാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസിനും ഉള്ളത്. ഹെൻറി, ആൻഡ് ഇറ്റ് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. ഡയമെൻഷൻ പഴയ ഡയമെൻഷൻ തന്നെ. What is the relation between induced EMF and coefficient of mutual induction? Relation between induced EMF and coefficient of mutual induction. According to Faraday's law of electromagnetic induction, induced EMF, secondary coil ആണ് EMF induce ചെയ്യുന്നത്. ആ induced EMF ES is equal to minus d phi by dt. ഈ phi s ന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. phi s ന്റെ ഇക്വേഷൻ എന്താണ്? MIP ആണ് അല്ലേ? phi s is equal to MIP. അപ്പോൾ phi s ന് പകരം MIP എന്ന് കൊടുക്കാം. മൈനസ് d by dt of MIP. M കോൺസ്റ്റന്റ് ആണ്, അത് നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ മൈനസ് M, ബാക്കിയുള്ളത് dIP ഡിവൈഡ് ബൈ dt. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. ES is equal to EMF induced in the secondary coil. ES is equal to minus M dIP divided by dt. Minus M dIP divided by dt. അപ്പം ഇവിടെ സെക്കൻഡറിയിലാണ് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്, കറണ്ട് ഒഴുകുന്നത് പ്രൈമറിയിലാണ്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. IP ഡിവൈഡ് ബൈ IT എന്നാണ്. ക്ലിയർ? What is the mutual inductance of two long co-axial solenoids? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, വളരെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതുമായ ഒരു ടോപ്പിക്കാണ്. മാക്സിമം സിമ്പിളായിട്ട് പറഞ്ഞുതരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ ചോദിക്കുക. നിങ്ങളിപ്പോൾ ഡൗട്ട്സ് ഒന്നും ചോദിക്കുന്നില്ല. നേരത്തെയൊക്കെ ഡൗട്ട്സ് ചോദിക്കുമായിരുന്നു, ഇപ്പോൾ ആരും ഡൗട്ട്സ് ചോദിക്കുന്നില്ല. ഓക്കെ. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ടു ലോങ് co-axial solenoids. Consider two long co-axial solenoids, S1 be the inner solenoid and S2 be the outer solenoid, each of length L. അപ്പം coaxial solenoid എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ രണ്ട് സോളിനോയിഡ്. ഈ പിക്ചർ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇതാണ് ഒരു സോളിനോയിഡ്, കണ്ടോ? S1 എന്ന് പറയുന്ന സോളിനോയിഡ്. അത് ചെറിയ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ള സോളിനോയിഡ്. അതിന്റെ പുറത്ത് വലിയൊരു സോളിനോയിഡ്, അത് S2 എന്ന് പറയുന്ന സോളിനോയിഡ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, S2 എന്ന് പറയുന്ന സോളിനോയിഡിന്റെ ഉള്ളിൽ S1 എന്ന് പറയുന്ന മറ്റൊരു ചെറിയ സോളിനോയിഡ് ഇരിക്കുന്നു. അതിന്റെ രണ്ടിന്റെയും ആക്സിസ് സെയിം ആണ്. S1ന്റെയും S2ന്റെയും ആക്സിസ് സെയിം ആണ്. അതാണ് കോയാക്സിയൽ സോളിനോയിഡ് എന്ന് പറയുന്നത്. അപ്പം S1 ബി ദ ഇന്നർ സോളിനോയിഡ്. നമുക്ക് ഇന്നർ സോളിനോയിഡിനെ നമുക്ക് S1 ആയിട്ട് എടുക്കുന്നു, ഔട്ടർ സോളിനോയിഡിനെ നമുക്ക് S2 ആയിട്ട് എടുക്കുന്നു. രണ്ടിന്റെയും ലെങ്ത് സെയിം ആണ്, സെയിം ലെങ്ത് ആണ്. ഇന്നർ സോളിനോയിഡിന്റെ റേഡിയസ് ആണ്, റേഡിയസ് R1 ആണ്. ഇതാണ് റേഡിയസ്, അത് R1 ആണ്. അതിന്റെ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് n1 ആണ്.
ഇനി ഔട്ടർ സോളിനോയിഡ് S2ൻ്റെയോ S2ൻ്റെ റേഡിയസ് R2 ആണ്. R2 കണ്ടില്ലേ, R2 റേഡിയസ് R2 ആൻഡ് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് N2 ആണ്. Let capital N1 and capital N2 be the total number of turns of the coils S1 and S2. അപ്പോൾ ഇന്നർ സോളിനോയിഡ് തെറ്റിപ്പോയതും ഇന്നർ സോളിനോയിഡ് ആണ് നമ്മൾ S1 ആയിട്ട് എടുത്തിരിക്കുന്നത്, ഔട്ടർ സോളിനോയിഡ് S2 ആയിട്ട് എടുത്തു. ഇനി number of turns per unit length of the solenoid S1. ഇന്നർ സോളിനോയിഡായ S1ന്റെ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് നമുക്ക് എങ്ങനെ എഴുതാം? സ്മോൾ n1 ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ N1 ഡിവൈഡഡ് ബൈ L എന്ന് എഴുതാം. അതേപോലെ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദി സോളിനോയിഡ് S2ന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് N2 ആണ്, അതിന്റെ ലെങ്ത് L ആണ്. അതുകൊണ്ട് N2 ഈസ് ഈക്വൽ ടു N2 ബൈ L എന്ന് എഴുതാം. സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. ഇനി ലെറ്റ് I1 കറന്റ് ഫ്ലോസ് ത്രൂ ദി ഇന്നർ സോളിനോയിഡ് S1. അപ്പം ഇന്നർ സോളിനോയിഡിലൂടെ ഞാനൊരു കറണ്ടിനെ ഫ്ലോ ചെയ്യുകയാണ്. ഇന്നർ സോളിനോയിഡ് S1 ആണ്. ആ S1 എന്ന് പറയുന്ന സോളിനോയിഡിലൂടെ I1 എന്ന് പറയുന്ന കറണ്ടിനെ ഫ്ലോ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. ഒരു സോളിനോയിഡിലൂടെ കറണ്ട് ഒഴുകിയാൽ അതിൻ്റെ ഉള്ളിൽ, അതിൻ്റെ ഔട്ടറിൽ ലോങ് സോളിനോയിഡിന്റെ ഔട്ട്സൈഡിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ ഇൻസൈഡിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ മാഗ്നറ്റിക് ഫീൽഡ്. അതുകൊണ്ട് ഇന്നർ സോളിനോയിഡിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ ഇത്ര ഏരിയയിൽ, അല്ലേ, ഇത്ര ഏരിയയിൽ. ഓക്കെ, ഇത്ര ഏരിയയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് ആണ് B1 ഈസ് ഈക്വൽ ടു μ0 n I1. അതിന്റെ ബേസിക് ഇക്വേഷൻ B ഈക്വൽ ടു μ0 n I എന്നാണ്. ഇവിടെ ഫസ്റ്റ് അല്ലെങ്കിൽ ഇന്നർ സോളിനോയിഡ് ആകുമ്പോൾ അത് S1 എന്ന് പറയുന്ന സോളിനോയിഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ B1 എന്ന് എടുത്തത്. അതിന്റെ നമ്പർ ഓഫ് ടേൺസ് N1 ആണ്. അതിലൂടെ ഒഴുകുന്ന കറണ്ട് I1 ആണ്. ഓക്കെ, ഇനിയും therefore the magnetic flux linked with each turn of the outer solenoid. ഈ കാര്യം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടെ പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ഈച്ച് ടേൺ ഓഫ് ദി ഔട്ടർ സോളിനോയിഡ്. ഔട്ടർ സോളിനോയിഡ് സോളിനോയിഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുക. ഇതാണ് ഔട്ടർ സോളിനോയിഡ്. ഈ സോളിനോയിഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എത്രയാണ്? ഒരു ടേണുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ നമുക്കറിയാമല്ലോ. ഫ്ലക്സിന്റെ ഇക്വേഷൻ B ഡോട്ട് എ ആണ്. ഇവിടെ കോസ് തീറ്റ 0 ആണ്, അല്ലെങ്കിൽ തീറ്റ 0 ആണ്. അതുകൊണ്ട് കോസ് തീറ്റ 1 ആവും. അതുകൊണ്ട് B ഇൻറ്റു എ എന്ന് എഴുതാം. ഓക്കെ, അപ്പം ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ്. അത് B1 ആണ്. അതിന്റെ ഏരിയ എന്തുമാത്രം ഏരിയയിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകുന്നുണ്ട്. A1 ഏരിയയിൽ മാത്രമേ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകുന്നുള്ളൂ. അതാണ് നിങ്ങൾക്ക് ശ്രദ്ധിക്കുക. ഇവിടെ ഈ ഔട്ടർ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ എഴുതുന്നത്. അതുകൊണ്ട് ഔട്ടർ കോയിലിന്റെ ഏരിയ ഫുള്ളായിട്ട് നമ്മൾ എടുക്കരുതും. കാരണം മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന പോർഷനിൽ മാത്രമേ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് അത്രയും ഏരിയയിൽ മാത്രമേ മാഗ്നറ്റിക് ഫ്ലക്സ് കോൺട്രിബ്യൂട്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ B1 ഇൻറ്റു A1 എന്ന് എഴുതിയത്. ഇനി B1ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് μ0 n1 I1 ഇൻറ്റു A1. ഇവിടെ A1 എന്ന് പറയുന്നതാണ് എടുത്തിരിക്കുന്നത്. A1 എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. ദാറ്റ് ഈസ് പൈ R1 സ്ക്വയർ ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. A1 എന്ന് വെച്ചാൽ പൈ R1 സ്ക്വയർ ആണ്. ഓക്കെ, ഇനി ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് N2 ടേൺസ് ഓഫ് ദി S2 സോളിനോയിഡ്. അപ്പം ഇത് S2 ഔട്ടർ സോളിനോയിഡ് ആയ S2ലെ ഒരു ടേണുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. നമുക്ക് ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് കണ്ടുപിടിക്കണം. N2 ടേൺസ് ഉള്ള S2 സോളിനോയിഡ് ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? Φ2 ഈസ് ഈക്വൽ ടു N2 ഇൻറ്റു B1 A1 എന്ന് എഴുതാം.
N2 into B1 A1. നമുക്ക് N2 ന്റെ ഇക്വേഷൻ എഴുതാം. N2 ന്റെ ഇക്വേഷൻ നമ്മൾ തൊട്ട് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ N2 ന്റെ ഇക്വേഷൻ സ്മോൾ n2 into L എന്നാണ് അല്ലേ? N2 ന്റെ ഇക്വേഷൻ ക്യാപിറ്റൽ N2 ഡിവൈഡ് ബൈ L എന്നാണ്. അതുകൊണ്ട് ക്യാപിറ്റൽ N2 ഈസ് ഈക്വൽ ടു N2 into L എന്ന് എഴുതാം. അപ്പോൾ N2 ന് പകരം N2 into സ്മോൾ L എന്ന് എഴുതാം. ഇനി B1 A1 ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, അത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. That is equation number 1. Equation number 1. But phi2 is equal to M21 I1. That is magnetic flux linked with outer coil. Outer coil is equal to M into current flowing through the inside solenoid. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M21 into I1 എന്ന് എഴുതി. M21 എന്ന് പറഞ്ഞാൽ എന്താണ്? M21 is called mutual inductance of the solenoid S2 with respect to solenoid S1. അപ്പം M21 is called mutual inductance of the solenoid S2 with respect to solenoid S1. അപ്പോൾ നമുക്ക് phi2 ന്റെ ഇക്വേഷൻ എഴുതി. phi2 is equal to M21 into I1. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 നോക്കിക്കേ, അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്യാം. അപ്പം റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് M21 is equal to mu 0 N1 N2 A1 L എന്ന് എഴുതാം. അപ്പം M21 mutual inductance of the solenoid S2 with respect to solenoid S1 എന്ന് പറയുന്നത് mu 0 N1 N2 A1 L എന്ന് എഴുതാം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇവിടെ എന്തൊക്കെയാ പറഞ്ഞത് ഒന്നുകൂടെ പറയാം. രണ്ട് സോളിനോയിഡ്സ് കോയാക്സിയൽ സോളിനോയിഡ്സ് ആണ്. ഇന്നർ സോളിനോയിഡ് S1, ഔട്ടർ സോളിനോയിഡ് S2. ആ രണ്ടിന്റെയും ലെങ്ത് സെയിം ആണ്, സെയിം ലെങ്ത് L ലെങ്ത് ആണ്. ഇന്നർ സോളിനോയിഡിന്റെ റേഡിയസ് R1 ആണ്. അതിന്റെ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് സ്മോൾ n1 ആണ്. ഔട്ടർ സോളിനോയിഡിന്റെ റേഡിയസ് R2 ആണ്. അതിന്റെ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് n2 ആണ്. അപ്പോൾ N1 ന്റെ ഇക്വേഷൻ ക്യാപിറ്റൽ N1 ഡിവൈഡ് ബൈ L എന്ന് എഴുതാം. N2 ന്റെ ഇക്വേഷൻ ക്യാപിറ്റൽ N2 ഡിവൈഡ് ബൈ L എന്ന് എഴുതാം. നമ്മൾ ഇനി എന്താ പറയുന്നത്? ഇൻസൈഡിലുള്ള S1 സോളിനോയിഡിലൂടെ I1 കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ B1 is equal to mu 0 N1 I1 ആണ്. ഓക്കെ, അപ്പം ആ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്ന പോർഷൻ എന്ന് പറയുന്നത് ആ സോളിനോയിഡിന്റെ ഉള്ളിൽ മാത്രമാണ്, ഇന്നർ സോളിനോയിഡിന്റെ ഉള്ളിൽ മാത്രമാണ്. ഇത്രയും പോർഷനിലാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത്. ഇനി therefore the magnetic flux linked with each turn of the outer solenoid. The magnetic flux linked with each turn of the outer solenoid. ഒരു ടേണിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ നമുക്ക് B1 A1 ആയിട്ട് എടുക്കാം. ദാറ്റ് ഈസ് B1 ന്റെ വാല്യൂ ഇതാണ് mu 0 N1 I1 into A1. അപ്പോൾ A1 എടുക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന പോർഷനിൽ മാത്രമേ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുള്ളൂ. അതുകൊണ്ടാണ് ആ ഏരിയ മാത്രം നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് N2 ടേൺസിനെ നമുക്ക് എങ്ങനെ എഴുതാം? phi2 is equal to N2 into B1 A1 എന്ന് എഴുതാം. B1 A1 ന്റെ വാല്യൂ കണ്ടുപിടിച്ചത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇക്വേഷൻ നമ്പർ 1. ഇനി phi2 ന് മറ്റൊരു ഇക്വേഷൻ എഴുതുകയാണ്, M21 into I1. എന്താണ് M21? M21 is equal to mutual inductance of the solenoid S2 with respect to solenoid S1.
ഈ രണ്ട് ഇക്വേഷൻസും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? M21 is equal to mu0 n1 into a1 into L എന്ന് എഴുതാം. ഇനി similarly when current I2 flows through the outer solenoid. ഇനി നമ്മൾ അടുത്ത കേസ് എടുക്കുകയാണ്. ഔട്ടർ സോളിനോയിഡിലൂടെയാണ് ഇപ്പോൾ കറണ്ടിനെ കടത്തിവിടുന്നത്. ഔട്ടർ സോളിനോയിഡിലൂടെ നമ്മൾ I2 എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത് ഇത്രയും ഏരിയയിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അതിന്റെ ഇക്വേഷൻ ആണ് mu0 n2 into I2. Therefore, the magnetic flux linked with each turn of the inner solenoid S1. അപ്പോൾ ഇന്നർ സോളിനോയിഡിലെ ഓരോ ടേണുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എത്രയാണ് എന്നുള്ളതാണ് അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിന്റെ ഇക്വേഷൻ B into A ആണ് അല്ലെ, B into A. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് B2 ആണ്. അതുകൊണ്ട് B2 into A, ഏരിയ എന്ന് പറയുന്നത് ഇവിടെയും A1 ആയിട്ടാണ് എടുക്കുന്നത്. കാരണം ഈ കോയിലിന്റെ ഏരിയയാണ് നമുക്ക് വേണ്ടത്. അപ്പം ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്യുന്ന അത്രയും സ്ഥലത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഫ്ലക്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എത്ര ഏരിയ മാത്രമാണ്? ഈ ഗ്രീൻ കളറിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയയിൽ മാത്രമാണ് ഫ്ലക്സ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അതിന്റെ ഏരിയയായ A1 ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ B2ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇൻറ്റു A1 എന്ന് എഴുതാം. ഇനി ഇത് ഒരു ടേണുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ടേൺ ഉണ്ട്? N1 ടേൺസ് ഉണ്ട്. N1 ടേൺസുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? N1 into B2 into A1. N1ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, B2 A1ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഇനി Φ1 is equal to M12 into I2 എന്ന് എഴുതാം. എന്താണ് M12? M12 എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ദ സോളിനോയിഡ് S1 വിത്ത് റെസ്പെക്ട് ടു S2. അപ്പൊ നേരത്തെ എഴുതിയത് M21 ആണ്, അതായത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ദ സോളിനോയിഡ് S2 വിത്ത് റെസ്പെക്ട് ടു S1 ആണ്. ഇവിടെ M12 മീൻസ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ദി സോളിനോയിഡ് S1 വിത്ത് റെസ്പെക്ട് ടു സോളിനോയിഡ് S2. അപ്പോൾ ഇക്വേഷൻ നമ്പർ 3യും ഇക്വേഷൻ നമ്പർ 4ന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കിക്കേ, രണ്ടും Φ1 ആണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് M12ന്റെ ഇക്വേഷൻ കിട്ടി. M12 is equal to mu0 n1 n2 a1 L എന്ന് കിട്ടി. ഈ M12ന്റെയും M21ന്റെയും ഇക്വേഷൻ നിങ്ങളൊന്ന് കമ്പയർ ചെയ്തേ. M12 എന്ന് പറയുന്നത് ഇതാണ്, mu0 n1 n2 a1 L. M21ന്റെ ഇക്വേഷൻ എന്തായിരുന്നു? mu0 n1 n2 a1 into L. രണ്ടും സെയിം ഇക്വേഷനിലേക്ക് കിട്ടിയത്. അതായത് M12ഉം M21ഉം സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് അതിനെ കോമൺ ആയിട്ട് M എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഇനി if the solenoid is filled with a material of relative permeability mu r, then the equation for M can be written as mu0 n1 n2 into ഏരിയ A1ന്റെ ഏരിയ എന്ന് പറയുന്നത് ഇന്നർ സോളിനോയിഡിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അതായത് πr1 സ്ക്വയർ ഇൻറ്റു L എന്ന് എഴുതാം. അപ്പം ഇതാണ് രണ്ട് co-axial സോളിനോയിഡ്സിന്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ. അപ്പം രണ്ടാമത്തെ കേസ് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. രണ്ടാമത്തെ കേസിൽ I2 എന്ന് പറയുന്ന കറണ്ട് ഔട്ടർ സോളിനോയിഡിലൂടെ ഫ്ലോ ചെയ്യുകയാണ്. I2 എന്ന് പറയുന്ന കറണ്ട് S2 എന്ന് പറയുന്ന സോളിനോയിഡ് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഏരിയയിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് mu0 n2 I2. അങ്ങനെയാണെങ്കിൽ ഇന്നർ സോളിനോയിഡിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? മാഗ്നറ്റിക് ഫീൽഡ് B2ന്റെ ഇക്വേഷൻ ഇൻറ്റു ഏരിയ. ഏത് ഏരിയ എടുക്കണം? ഇന്നർ സോളിനോയിഡിന്റെ ഏരിയ. ഇന്നർ സോളിനോയിഡിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇതാണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതുകൊണ്ടാണ് അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 എടുത്തിരിക്കുന്നത്. ഇപ്പൊ mu0 n2 I2 into A1 എന്ന് എഴുതാം. The total magnetic flux linked with N1 turns of the solenoid S1 is Φ1 is equal to N1 into B2 into A1 എന്ന് എഴുതാം. N1ന്റെ ഇക്വേഷൻ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. N1
സ്മോൾ n1 L ആണ്, അത് ടു B2A1 ഇക്വേഷൻ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇക്വേഷൻ നമ്പർ 3. ഇനിയും 5.1 മറ്റൊരു ഇക്വേഷൻ എഴുതുകയാണ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ M12 into I2 എന്ന് എഴുതാം. What is M12 is called mutual inductance of the solenoid S1 with respect to solenoid S2. ഈ രണ്ട് ഇക്വേഷൻസ് ഇക്വേഷൻ നമ്പർ 3യും ഇക്വേഷൻ നമ്പർ 4ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് M12ന്റെ ഇക്വേഷൻ കിട്ടി mu0 N1 N2 A1 into L എന്ന് കിട്ടി. എന്ന് പറയുന്നത് M12ന്റെയും M21ന്റെയും ഇക്വേഷൻ സെയിം ആണ്, അതുകൊണ്ട് M എന്ന് എഴുതാം. ഇനി ഇതിന്റെ ഉള്ളിൽ ഒരു മെറ്റീരിയൽ റിലേറ്റീവ് പെർമിയബിലിറ്റി mu r ഉള്ള മെറ്റീരിയൽ ഫിൽ ചെയ്താൽ M ന്റെ ഇക്വേഷൻ mu r mu0 N1 N2 pi R1 സ്ക്വയർ ഇൻറ്റു L എന്ന് എഴുതാം. ഓക്കെ, അത് അത്രയേ ഉള്ളൂ.